സാക്ഷി ദിവസങ്ങൾ കേട്ടത് രമ്യ രവീന്ദ്രൻ്റെ സാക്ഷിയാണ്. അത് ശുഭമാക്കണമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇത് ശുഭമാക്കലെടുക്കാൻ കാരണം. രമ്യ രവീന്ദ്രൻ ഇവിടുന്ന് UK ചെല്ലും. അപ്പോൾ രമ്യ രവീന്ദ്രൻ്റെ പ്രശ്നം ഹെവി ഡ്യൂട്ടിയാണ് പ്രോബ്ലം. അവർ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, അവർ ഹോസ്പിറ്റൽ നേഴ്സാണ്. അവർ UK ചെല്ലുമ്പോൾ അവർക്ക് ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും കൊണ്ടുവരണം. അതാണ് അവരുടെ മാറ്റർ ഡ്യൂട്ടി മെറിറ്റിൽ നിൽക്കാത്തതിൻ്റെ കാരണം. നോട്ട് ബൈ മെറിറ്റ്. ഉടമ്പടി എന്താ? നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്ന്. അപ്പോൾ രമ്യ രവീന്ദ്രന് ഈ ഭർത്താവിനെയും മക്കളെയും UK കൊണ്ടുവരാനുള്ള മെറിറ്റില്ല. എന്താ കാരണം? ഭർത്താവിനെയും മക്കളെയും അവിടെ കൊണ്ടുവരണമെങ്കിൽ വീട് വേണം. അതിൻ്റെ മെറിറ്റ് എന്ന് പറഞ്ഞത് വീടാണ്. പക്ഷേ വീട് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. വീട് ഭർത്താവിനും, അവസാനം ഇവർ ഭർത്താവിനെയും മക്കളെയും UK കൊണ്ടുവരും. കാര്യം ടിക്കറ്റൊക്കെ നേരത്തെ എടുത്തു പോയതാണ്. ഒരു വീട് സെറ്റ് ചെയ്തായിരുന്നു. ഒരു വീട് സെറ്റ് ചെയ്തതാണ്. കിട്ടുമെന്നൊക്കെ ഉറപ്പായിട്ട് അഡ്വാൻസൊക്കെ കൊടുത്ത സംഭവമാണ്. പക്ഷേ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറിയപ്പോൾ, ഭർത്താവും മക്കളും ഫ്ലൈറ്റൊക്കെ കയറിയപ്പോഴത്തുണ്ട് ആ കിട്ടിയ വീട് കട്ടായിപ്പോയി. അവിടുത്തെ കൗൺസിലർമാരുമായിട്ട് എന്തോ നിയമപരമായ പ്രശ്നം വന്നിട്ട് കൗൺസിലർ പറഞ്ഞ് ഈ വീട് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭർത്താവും മക്കളും ഇന്ത്യയിൽ നിന്ന് സ്റ്റാർട്ടായിപ്പോയി. പക്ഷേ കിട്ടിയ വീട് പോവുകയും ചെയ്തു. ഇപ്പം രമ്യ ഉടമ്പടിയിൽ ഇങ്ങനെ വളരെ കൃത്യമായിട്ട് നിൽക്കുന്ന ആളാണ്. ഇപ്പം എന്ത് വിഷയം ഉണ്ടെങ്കിലും കൃപാസനം മാതാവിനോട് ഉടനെ പറയും, അമ്മ അവർ സ്റ്റാർട്ടായി പോയല്ലോ, ഇതിപ്പോഴ് ഇവിടുന്ന് വീട് കിട്ടി കയ്യിലുണ്ടായിരുന്ന വീട് കിട്ടാൻ പോയ വീട് കയ്യിൽ നിന്ന് മുട്ടയും പോവുകയും ചെയ്യും, ഞാൻ ഇവിടെ പൊറപ്പിക്കുമെന്ന് ചെയ്യും. അത് വലിയ തലവേദനയാവും. കാര്യം ഇവരുടെ ഹോസ്റ്റലിൽ ഫാമിലിക്ക് താമസിക്കാൻ പറ്റത്തില്ല. അവർക്ക് ഒരു നേഴ്സിന് താമസിക്കാം, ലേഡീസ് ഹോസ്റ്റലല്ല. അവിടെ എങ്ങനെ ഫാമിലി താമസിക്കണത്? അത് നടക്കത്തില്ല. അപ്പോൾ രമ്യ മാതാവിനോട് പറഞ്ഞ് വളരെ പൊട്ടാങ്ങി പറഞ്ഞപ്പോൾ മാതാവ് ഒരു സെറ്റിൽമെൻറ്റ് കൊടുത്തു. 1 മാസത്തേക്ക് ആ ഹോസ്റ്റലുകാർ അക്കോമഡേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഭർത്താവിനെയും 2 കുഞ്ഞുങ്ങളെയും രമ്യയും ലേഡീസ് ഹോസ്റ്റലിൽ. എന്തൊരു കഷ്ടമാണെങ്കിൽ സംഭവം. എന്നാലും അമ്മ നമുക്കറിയാമല്ലേ, ഈ നെഞ്ചിൽ തൂങ്ങണ കശ്രുവില്ലേ, അത് വലിയൊരു ഉറപ്പാണ്. അതെന്താ ഉറപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഓടി കൃപാസനത്തിൽ വരാൻ പറ്റുമോ? ഇല്ലല്ല. അപ്പം നെഞ്ചിലെ കശ്രം പിടിച്ചിട്ട് വിശ്വാസപ്രമാണം ചൊല്ലും. അതിനാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, ഉടമ്പടിയാണ്. അത് ഉടമ്പടി കാശിലു എന്ന് എൻ്റെ പേര്, വേറെ കാശിലൊന്നുമല്ല. അതുകൊണ്ടാണ് അതുപോലെ വേറെ ഒന്നും ഇല്ലാത്തത്. അത് വെച്ച് കഴിഞ്ഞാൽ അതിന്മേൽ തൊട്ട് വിശ്വാസപ്രമാണം ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഉടമ്പടിയിൽ നിങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുവെന്ന് നമ്മൾ ദൈവത്തെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഉടമ്പടി നിലനിൽക്കുമെന്ന് പറയാൻ കാര്യം. അപ്പം ആവശ്യമുള്ളപ്പോൾ മാത്രം ചെയ്യല്ല. രമ്യ ഉടമ്പടിയിൽ അങ്ങനെ നിലനിൽക്കുന്ന ആളാണ്. കാര്യം നിലനിൽക്കുന്ന ആളായതുകൊണ്ട് അവൾക്ക് വേറെ ഒരു മാർഗ്ഗമില്ല. അപ്പോൾ അവൾ ഈ കാശിൽ തൊട്ട് വിശ്വാസപ്രമാണം ചെല്ലുമ്പോൾ അമ്മ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അമ്മ എന്ത് ചെയ്ത്, പെട്ടെന്ന് തൽക്കാലത്തേക്ക് നിൽക്കാൻ വേണ്ടി ഹോസ്റ്റലിൽ തന്നെ ഇവർക്കൊരു പ്രൊവിഷൻ കൊടുത്ത്, ഭാര്യയും ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും തൽക്കാലം ഈ ലേഡി ഹോസ്റ്റലിൽ താമസിക്കാം, 1 മാസം കഴിയുമ്പോൾ മാറണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ തൽക്കാലം വന്നവർ മഞ്ഞ് കൊള്ളാതെ അതിൻ്റെ കയറി താമസിക്കുന്നുണ്ട്. പക്ഷേ ഞാണമ്മക്കളി പോലെയുള്ള പരിപാടിയാണ്. ഈ ഞാണമ്മയിൽ നമ്മൾ നിർത്തുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ നിരാശപ്പെട്ട് തൂങ്ങിക്കെട്ടിപ്പോയി തൂങ്ങിച്ചാകണമെന്നല്ല എൻ്റെ അർത്ഥം. പ്രാർത്ഥിക്കണമെന്നാണ് ഉദ്ദേശിക്കണം. ഉടമ്പടിയിലുള്ളവർക്ക് ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടിയിലുണ്ടായാലുള്ള ഗുണം പ്രാർത്ഥിച്ചാൽ കേൾക്കുമെന്നുള്ള ഉറപ്പാണ്. അതാണ് ഉടമ്പടി നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഗുണങ്ങൾ. അതായത് ഉടമ്പടി ഉള്ളവർക്ക് അവർക്കൊരു ക്ലെയിമുണ്ട്. കാര്യം ഉടമ്പടിയിലാണല്ലോ നമ്മളിരിക്കുന്നത് ദൈവമായിട്ട്. അപ്പോൾ ഉടമ്പടി നമുക്ക് തരുന്ന ഒരു ക്ലെയിമുണ്ട്. ഈ ക്ലെയിം വെച്ചുകൊണ്ട്
അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, ഉടമ്പടി നിങ്ങൾ ദൈവത്തോട് ചെയ്ത നിബന്ധനകൾ ഉഴപ്പരുത്. അതുകൊണ്ട് നിങ്ങൾ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിയുമ്പോൾ ആ സമയത്ത് വിളിച്ചാലൊന്നും ഉടമ്പടി ബ്രേക്കാണെങ്കിൽ പ്രാർത്ഥന ഫ്ലോപ്പായി പോകും. ചില ആൾക്കാർ ടേസ്റ്റ് നോക്കാനും ഉപ്പ് നോക്കാനും ഒക്കത്തില്ല എന്നൊക്കെ നോക്കിക്കൊണ്ട്, അതുകൊണ്ടാണ് എല്ലാം വെരിഫൈ ചെയ്യണം. 3 പേരെ നിർത്തിയല്ലേ വെരിഫൈ ചെയ്യണത്. അച്ഛൻ്റെ അടുത്ത് വരുമ്പോൾ ആൾക്കാർ അവർ സ്ട്രിക്റ്റ് ഉടമ്പടിയിലാണോ എന്നറിയാൻ വേണ്ടിയാണ് ഈ വെരിഫിക്കേഷൻ മുഴുവൻ നടത്തുന്നത്. സ്ട്രിക്റ്റ് ഉടമ്പടിയിലല്ലാത്ത ഒരാൾക്കാർ ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കേണ്ട കാര്യമില്ല. എന്താ കാര്യം? 500 പേര് ഉടമ്പടി എടുക്കുന്നുണ്ട്. അവരിൽ നമുക്ക് നോക്കാൻ പറ്റുന്നത് 100 പേരെ 120 പേരെ നോക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മന്യം വരെ ഉടമ്പടി ജീവിക്കുന്നവരെ മാത്രമേ നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ രോഗികളൊക്കെ നോക്കും. അതെന്തിൻ്റെ കണ്ടീഷനാണ് നോക്കണത്? അവരുടെ മകളോ ഭർത്താവോ ഭാര്യയോ ആരെങ്കിലും ഉടമ്പടി എടുത്തിട്ട് അവിടെ നിൽപ്പുണ്ടാവും ബൈസ്റ്റാൻഡറായിട്ട്. ആ ബൈസ്റ്റാൻഡറിൻ്റെ ഉടമ്പടി കറക്റ്റായിരിക്കും. ബൈസ്റ്റാൻഡറിൻ്റെ ഉടമ്പടി കിടക്കുക. അതുകൊണ്ടാണ് ചേടത്തിയുടെ ഉടമ്പടിയുമായിട്ട് അനിയത്തി വരരുതെന്ന് പറയണത്. ചില ഞാൻ നോക്കുമ്പോൾ അവിടെ നോക്കിയാൽ ചിലപ്പോൾ തെറ്റിപ്പോവും. ഇവിടെ ഞാൻ ശരിക്കും ശ്രദ്ധിച്ചാണ് എടുക്കണത്. ഞാൻ ചോദിക്കും, ഈ വ്യക്തി നിങ്ങളുടെ ആരാണ്? ഇത് ചേച്ചിയാണ്. ചേച്ചിയുടെ കാര്യം നിങ്ങൾ ഉടമ്പടി എഴുതിയിട്ടുണ്ടായിരുന്നു? ഇല്ലായിരുന്നു. തീർന്നില്ലേ? അതാണ് ചിലർ ചെയ്യണ മണ്ടത്തിൽ വെച്ച് കഴിഞ്ഞാൽ, ചേച്ചിക്ക് ഇപ്പോൾ എന്തോ ഒരു പ്രത്യേക അവസ്ഥ വന്ന് അവിടെ ഫോട്ടോ എടുത്ത് വരികയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇത് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം, ഇവിടെ വിഷയം ഉടമ്പടി എഴുതിയിട്ടില്ല. ഇവിടെ അച്ഛനെ കണ്ടെന്ന പേരുമാണ് അവസാനം. കാര്യം ഈ ഉടമ്പടി ഇല്ല, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല, ഇവർക്ക് വേണ്ടി ഒരു ഉടമ്പടി ജീവിച്ചിട്ടില്ല, ഉടമ്പടി ചെയ്തിട്ടില്ല. ഇപ്പോഴെന്തോ വിഷയം ഉണ്ടായപ്പോൾ അവിടെ പടവും പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ആ കുടുംബത്തിന് ഉടമ്പടിയായിട്ട് ഒരു ബന്ധവുമില്ല. ഇനി ഇവരിവിടുന്ന് രക്ഷപ്പെട്ടാൽ തന്നെ അവർ ഉടമ്പടിയെ ആ മാതാവിനെ ഈ ഏറ്റുപറയുമോ? ഇല്ല. അവർ പറയും ഞങ്ങൾ ആശുപത്രിയിൽ പോയിട്ട് സുഖപ്പെട്ടാണെന്ന് പറയുള്ളൂ. ഈ ചേച്ചി പറഞ്ഞതിനകത്ത് നിൽക്കത്തില്ല. ഈ അസുഖം എനിക്ക് നല്ലവണ്ണം അറിയാം. ഇനി അവർ സുഖപ്പെട്ടാൽ തന്നെയും അവർ ദൈവത്തെ ഏറ്റുപറയുമോ? ഇല്ല. അപ്പോൾ അവർ പറഞ്ഞു, എടീ ഞാൻ നിനക്ക് വേണ്ടി അച്ഛനെ പോയി കൃപാസനത്തിൽ പോയി ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചായിരുന്നു. അവർ പറയേ ഉള്ളൂ, ദൈവത്തിനെ ആക്ഷേപിക്കേ ഉള്ളൂ. അതുകൊണ്ട് ഈ സാധനം ശരിയാകത്തില്ല. ഞാൻ പറഞ്ഞു, അവരോട് ആരെങ്കിലും ഉടമ്പടി എടുക്കാൻ പറയുന്നു പറയാം. അവർ ഉത്തരവാദിത്തപ്പെട്ടവർ വന്ന് ഉടമ്പടി എടുക്കാൻ പറയുന്നവർ. അതാണ് ഉത്തരവാദിത്തപ്പെട്ടവരെന്ന്. ഉടമ്പടിയിൽ എപ്പോഴും ഉത്തരവാദിത്തപ്പെട്ടവർ വേണം. കാര്യം ഉത്തരവാദിത്തപ്പെട്ടൊരു ആധ്യാത്മികമായ ഒരു ബന്ധമാണിത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, മക്കളെ നിങ്ങൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ ഞാൻ പറയും, ദാറ്റ്സ് ഓക്കെ, ഇപ്പോൾ പരീക്ഷയാണ്, എനിക്കൊന്നും പറയാനില്ല, ഞാൻ നിങ്ങളെ ആശീർവദിച്ച കർത്താവ് നിങ്ങളെ സഹായിക്കും. പക്ഷെ പരീക്ഷ കഴിയുമ്പോൾ നിങ്ങൾ വന്ന് ഉടമ്പടി എടുക്കണം. പരീക്ഷ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ പ്രായമായിട്ടില്ലെങ്കിൽ അമ്മ എന്താണ് ഉടമ്പടി എടുത്തിരിക്കുന്നത് അത് നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യണം. അപ്പോൾ ഞങ്ങൾക്ക് 16 വയസ്സായിട്ടുള്ള, ശരി സമ്മതിച്ച്. പക്ഷേ അപ്പം അമ്മ ചെയ്ത ജോലി നിങ്ങൾക്ക് ചെയ്യാമല്ലോ. അമ്മ എന്താണ്, അപ്പൻ എന്താണ് ഉടമ്പടി നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്, അത് നിങ്ങൾ അത്രയും ഹോംവർക്കുകൾ നിങ്ങൾ ഏറ്റെടുക്കണം. അപ്പോൾ മാത്രമേ ഈ പ്രാർത്ഥന ജനുവിനാകത്തുള്ളൂ. അല്ലെങ്കിൽ കൈ നനയാതെ മീൻ പിടിക്കണ പോലെ ഇരിക്കും. അങ്ങനെ സത്യസന്ധമല്ലാത്ത പ്രാർത്ഥനയ്ക്ക് ദൈവം അംഗീകരിക്കത്തില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. കാര്യം ഇതിന് സത്യത്തിൻ്റെയും വിശ്വസ്തതയുടെയും പ്രാർത്ഥനയാണ്. ഇപ്പോൾ ഉടമ്പടി ചെയ്യുന്നവരും ചെയ്യിക്കുന്നവരും ഒക്കെ സീരിയസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, ദൈവകാരുണ്യനാഥ, ഉടമ്പടി നിബന്ധനകള് വിശ്വസ്തതാപൂർവം ദൈവസ്നേഹത്തോടെ ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഉടനടി പരിഹാരമേ ഉടമ്പടി പ്രാർത്ഥന ഉടനടി പരിഹാരമേ അവൻ പറയുന്നതും ചെയ്തിടുകയും ജീവിതം ധന്യ
എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആധ്യാത്മിക ജീവിതം ഒരു സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള സാങ്കല്പികമായ അല്ലെങ്കിൽ ആശയ ജീവിതമല്ല. ശരിക്കും ആധ്യാത്മിക ജീവിതം വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു വസ്തുനിഷ്ഠമായ ജീവിതമാണ്. ഇപ്പം നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. എല്ലാ മേഖലകളിലും, എല്ലാ വസ്തുതകളിലും, എല്ലാ ആധ്യാത്മിക അനുഭവങ്ങളിലും ഒരു ദൈവരാജ്യമുണ്ട്. എന്നുവെച്ചാൽ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ ആ വിഷയത്തെക്കുറിച്ചുള്ള തിരുമനസ്സ്. അപ്പം നമ്മൾ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന ചെല്ലുന്നു, ഇല്ലേ? സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന എന്താ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അത് അവിടെയാണ് പ്രശ്നം. എന്താ പ്രശ്നം? അങ്ങയുടെ തിരുമനസ് പറഞ്ഞ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അപ്പൊ ദൈവത്തിന്റെ തിരുമനസ് നിറവേറുന്നതാണ് ദൈവരാജ്യം. ഉറപ്പല്ലേ? ഇപ്പം നിങ്ങൾ പറയുന്ന അക്കാഡമിയിൽ ജോലി കിട്ടിയില്ല, നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ജോലി കിട്ടിയില്ലെങ്കിലും ദൈവരാജ്യം നിറവേറിയില്ലെന്ന് നോക്കിയാൽ മതി. നമ്മൾ പിടിയിട്ടില്ലേ? നിങ്ങൾ പറയുന്ന ചെറുക്കനെ കല്യാണം കഴിച്ചാലും കഴിച്ചില്ലേലും ദൈവം നിങ്ങൾക്ക് തരുന്ന ഒരാളെ ദൈവത്തിൻ്റെ ആളായിട്ട് എടുത്തു കഴിയുമ്പോൾ ദൈവരാജ്യമായി ആ സംഭവം. എപ്പോഴും നമ്മൾ അതാണ് പറഞ്ഞത്, ഇത് വളരെ ഇൻ്റലിജൻ്റായിട്ട് ചെയ്യേണ്ടതാണ്. ഇപ്പം നിങ്ങൾ കുഞ്ഞുനാളും മുതൽ ഒരു ചെറുക്കന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒരു പെണ്ണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെ പോലെ സ്വഭാവമുള്ള ഇപ്പം നിങ്ങളുടെ ബന്ധുക്കളായിരിക്കും. അപ്പോൾ നിങ്ങൾ പറയും മാതാവ്, മനസ്സിലെങ്കിലും പറയും മാതാവേ, ഇവൻ്റെ സ്വഭാവം ചിലപ്പോൾ നിൻ്റെ സ്വന്തം ബന്ധുവാണ്, കാരണം കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. പക്ഷേ എന്നാലും പറയും ഇവൻ്റെ സ്വഭാവമുള്ള ഒരാളെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും. നമ്മൾ ചിലപ്പോൾ 10 വയസ്സ് തൊട്ട് പ്രാർത്ഥിക്കും ഇന്നാളിൻ്റെ സ്വഭാവമുള്ള ഒരാളെ കല്യാണം കഴിക്കുക. പക്ഷേ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ നേരെ കടകവിരുത്ത ഇവൻ്റെ സ്വഭാവമല്ല, ഇവൻ്റെ ഉപ്പാപ്പൻ്റെ സ്വഭാവം പോലും ഉണ്ടാകത്തില്ല. നേരെ കടകവിരുദ്ധമായ ഒരു ചരക്കായിരിക്കും വരണത്. അപ്പം അവനെ കാണുമ്പോൾ നമ്മൾക്ക് ദൈവമേ എൻ്റെ ജീവിതം മുടിഞ്ഞെന്ന് പറയും. അപ്പം നിൻ്റെ രാജ്യം നടക്കണില്ല അവിടെ. പക്ഷേ നീ ഇത് ദൈവത്തിൻ്റെ പേരിൽ എടുക്കണമെന്ന് വിചാരിച്ചോ, അപ്പോൾ ദൈവരാജ്യമായി. പിടിയിട്ടില്ലേ? നിൻ്റെ മനസ്സല്ല ഇവിടെ നടക്കണത്. അയാൾ നിന്നെ മനസ്സിലാക്കണില്ല, നിന്നെ അംഗീകരിക്കണില്ല. അപ്പം നീ പറയും നിന്നെ ചാക്കിടാൻ വേണ്ടിയും നിന്നെ പ്രീണിപ്പിക്കാൻ വേണ്ടിയും കുറേ ചെറുക്കന്മാരൊക്കെ പഠിക്കണ കാലത്ത് കുറേ പൂവാലത്തിനൊക്കെ പറയും. അതൊക്കെ വലിയ ആനക്കാര്യമായിട്ട് നീ കെട്ടിയിടുന്ന വിളിച്ചുകൊണ്ട് നടക്കും, മനസ്സിൽ നടക്കും. എന്ന് പറയും ദൈവമേ അവനൊക്കെ എത്ര പേരിൻ്റെ പുറകെ നടന്നാണ് അവസാനം ഈ കാലമാടാണല്ലോ കെട്ടി എന്നൊക്കെ പറയും. ഇതൊക്കെ തന്നെത്തായിരുന്നു പറയണതാണ്. സ്വരത്തിൽ പറഞ്ഞാൽ ചില പണപ്പലുണ്ടാകത്തില്ല, അതുകൊണ്ട് പറയത്തില്ല നമ്മൾ. കാര്യം ഫസ്റ്റ് പാട്ടിനല്ലേ നമ്മൾ കിട്ടിയിരിക്കണത്. അതുകൊണ്ട് പക്ഷേ നമ്മുടെ മനസ്സിലെങ്കിലും തോന്നും ദാറ്റ് മീൻസ് നിങ്ങൾ ദൈവരാജ്യത്തിലല്ല. മനസ്സിലായി? നിങ്ങൾ ദൈവരാജ്യത്തിലല്ല. കാര്യം എന്താണ്? നിങ്ങളുടെ മനസ്സുകൊണ്ട് സങ്കല്പിച്ച ആളെ തന്നെയാണ് ഇപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വരുമ്പോൾ എന്താ പ്രശ്നം? ഇത് നമ്മൾ അംഗീകരിക്കാത്തോളം, ഇപ്പോഴത്തെ പദ്ധതികളെ അംഗീകരിക്കാത്തോളം കാലം ഇതിന് വേണ്ടിയുള്ള അലോട്ട്മെൻറ്റ് കുറയും. ഞാൻ പണ്ടേ ശ്രദ്ധിക്കണം മക്കളെ, ഞാൻ പതുക്കെയാണ് പറയണത്. അതായത് നിങ്ങൾ ഈ ദൈവിക പദ്ധതിയായിട്ട് ഇപ്പോഴുള്ള ചെറുക്കനെയോ പെണ്ണിനെയോ അംഗീകരിക്കണില്ല. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കണ? കാരണം ഈ പദ്ധതിക്ക് വേണ്ടിയുള്ള അലോട്ട്മെൻ്റ് ഉണ്ട്, കൃപയുടെ അലോട്ട്മെൻ്റ് ഉണ്ട്. നിങ്ങളിത് അംഗീകരിക്കണില്ല. നിങ്ങൾ പണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളിനെ ഇപ്പോഴും മനസ്സുകൊണ്ട് അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭർത്താവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ നന്നാകണമെന്ന് പറഞ്ഞാൽ നന്നാകത്തില്ല. എന്താ? നിങ്ങൾ നന്നാകണമെന്ന് പറയണത് നിങ്ങൾ ഇഷ്ടപ്പെട്ട മറ്റു ചെറുക്കനെ പോലെ ഇവനാകണമെന്നാണ് പറയണത്. അത് ദൈവം ആക്കി കൊടുക്കണമെന്നാണ് പറയണത്. പെണ്ണുങ്ങളുടെ മണ്ടത്തരങ്ങൾ ഭയങ്കര കഷ്ടമാണ്. നിങ്ങളുടെ ഭർത്താവ് നന്നാകണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അവബോധ മനസ്സിൽ നിങ്ങൾ പണ്ട് ഇഷ്ടപ്പെട്ടുള്ള ചെറുക്കനെ പോലെ ഈ കെട്ടിയ ചെറുക്കനാകണം, കെട്ടിയ പെണ്ണാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എന്തൊരു ഭ്രാന്താണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ടാണ് പറയണത്. അതായത് പലപ്പോഴും നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറയത്തില്ലേ? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ മാറ്റിയ അമ്മയ്ക്കും ദേവകുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് പ്രിയങ്ക. ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു. ഞാൻ 2024 സെപ്റ്റംബർ 9 ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. എനിക്ക് 1 വർഷമായിട്ട് ആമവാദം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് തന്നെ അതിൻ്റെ അസ്വസ്ഥതകളുണ്ടെങ്കിലും 2023 ഡിസംബറിലാണ് ആമവാദമാണെന്ന് സ്ഥിരീകരിക്കുന്നത്. 2024 ഡിസംബർ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി പുതുക്കി. അതിനുശേഷം അതുവരെ ഞാൻ 15ഓളം ഗുളികകളാണ് ഒരു ദിവസം കഴിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ദൈനംദിന കാര്യങ്ങൾ പോലും ഗുളിക കഴിക്കാതെ എനിക്ക് നടക്കത്തില്ല എന്നുള്ള രീതിയിലാണ് എൻ്റെ ജീവിതം മുന്നോട്ട് വന്നത്. എനിക്കത് വളരെയധികം വിഷമമായിരുന്നു. 33 വയസ്സാണ് എനിക്കുള്ളത്. എന്നെ അറിയുന്നവരും എന്നോട് ചോദിക്കും, ഈ പ്രായത്തിൽ ഈ പ്രായം ചെന്നവർക്ക് വരുന്ന അസുഖം ഈ പ്രായത്തിൽ നിനക്ക് വന്നോ, എങ്ങനെ വന്നു എന്നൊക്കെ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ വളരെയധികം വിഷമമായിരുന്നു ആദ്യം. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ആ വിഷമങ്ങളൊന്നുമില്ല. വളരെ ഒരു ധൈര്യം കിട്ടിയ പോലെയാണ് ഞാൻ നടന്നിരുന്നത്. 15 ഗുളിക കഴിച്ച് നടന്നിരുന്ന എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം ഗുളികയുടെ എണ്ണം ഡോക്ടർ കുറച്ച് തരുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. എന്നാൽ എനിക്ക് അമ്മയോട് ഞാൻ എന്നും പറയും, അമ്മ എനിക്ക് ഗുളികയില്ലാതെ ജീവിക്കണം, മരുന്നില്ലാതെ എനിക്ക് മുന്നോട്ട് പോകണം, ഈ അവസ്ഥയിൽ നിന്ന് എനിക്കൊരു മാറ്റം വേണമെന്ന് എന്നും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ആദ്യത്തെ പുതുക്കലിന് ശേഷം എനിക്കൊരു പനി വന്നു. കഠിനമായ പനിയായി മാറി, ശ്വാസം മുട്ടായി. അപ്പോൾ എന്നെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞ് തൽക്കാലം നമുക്ക് ആമവാദത്തിനുള്ള ഗുളികകളെല്ലാം നിർത്താം, എന്നിട്ട് പനിക്കുള്ള ഗുളികകൾ അതുമാത്രം കണ്ടിന്യൂ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ 1 മാസത്തോളം ഡിസംബർ മാസം മുഴുവനും പനിക്കുള്ള ഗുളിക കഴിച്ച് നിന്ന പിന്നീട് ഞാൻ ചിന്തിച്ചു, എനിക്ക് ആമവാദത്തിനുള്ള ഗുളിക കഴിക്കുന്നില്ലല്ലോ, പിന്നെ ഞാൻ ഇനി അത് കഴിക്കണോ എന്ന് ഞാൻ സ്വയം ചിന്തിച്ച് ആരോ എന്നോട് പറയുന്നത് പോലെ തോന്നി. ഞാൻ പിന്നീട് ഡോക്ടറിനെ കാണാൻ പോയില്ല. മാർച്ച് മാസം രണ്ടാമത്തെ പുതുക്കലിന് ഞാൻ വന്നു. അതിനുശേഷം നോമ്പ് കാലത്ത് മലയാറ്റൂർ പോകാനൊരു അവസരം വന്നു. അത് ഞാൻ വീട്ടിലെ ആഗ്രഹം പറഞ്ഞപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു, നിനക്കത് സാധിക്കത്തില്ല, നിനക്ക് മല കയറാൻ പറ്റത്തില്ല. കാരണം എൻ്റെ ആദ്യത്തെ അവസ്ഥ അവർക്കെല്ലാം അറിയാം. ഒരു കാലെടുത്ത് മുന്നോട്ട് വെക്കാൻ പറ്റാത്ത രീതിയിലാണ് ഞാൻ നടന്നിരുന്നത്. കരഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാലും ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ എൻ്റെ അമ്മയുടെ ഉടമ്പടിയിലാണ്, എനിക്ക് മല കയറാൻ പറ്റും, എനിക്ക് അമ്മയുടെ സാക്ഷിയായി മാറണം. അപ്പോൾ അമ്മയോട് ഞാൻ എന്നും രാവിലെ ഡെയിലി ബ്ലെസ്സിങ് കൂടുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, എനിക്ക് അമ്മയുടെ സാക്ഷിയായി തീരാനുള്ള ഒരു അവസരമായിട്ട് ഈ ആമവാദത്തെ രോഗത്തെ എനിക്ക് മാറ്റിത്തരണം. അങ്ങനെ ഞാൻ മലയാറ്റൂർ പോകാനായിട്ട് ഞങ്ങൾ കുടുംബമായിട്ട് വന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് ഞാൻ അമ്മയുടെ മുമ്പിൽ നിന്ന് പറഞ്ഞു, അമ്മേ, ഞാൻ ഒരു കാലെടുത്ത് വെച്ചാൽ അതെൻ്റെ അമ്മയ്ക്ക് ഈശോയ്ക്കും വേണ്ടിയിട്ടാണ് ഞാൻ വെക്കുന്നത്. എനിക്ക് മല കയറി ഞാൻ ഇവിടെ തിരിച്ചു വരും, എൻ്റെ അമ്മയുടെ മുമ്പിൽ നിന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ ഞാൻ വരുമെന്ന് പറഞ്ഞിട്ട് പോയി. എൻ്റെ ഈ ആമവാദം ഉള്ള അതേ കാലിൽ എനിക്ക് ആണി രോഗവുമുണ്ട്. ഈ 2 രോഗവും വെച്ചിട്ടാണ് ഞാൻ ചെരുപ്പിടാതെ മല കയറി, ചെരുപ്പിടാതെ തന്നെ തിരിച്ച് മല ഇറങ്ങുകയും ചെയ്തു. തിരിച്ചു വന്ന് എനിക്ക് അതിൻ്റെ മല കയറി ഇറങ്ങേണ്ടതായ യാതൊരു വേദനകളും ആമവാദത്തിൻ്റെതും ഇല്ല, കാലിൽ ആണി രോഗത്തിൻ്റെതും ഇല്ല. എനിക്ക് അന്ന് പൂർണ്ണമായി വിശ്വസിച്ചു എനിക്ക് രോഗം മാറി. അങ്ങനെ ഞാൻ എന്നെ കാണിച്ച ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ തിരികെ ചെന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു, ഇപ്പം എങ്ങനെയുണ്ട്? അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല ഡോക്ടർ, ഞാൻ നല്ലതുപോലെ തന്നെ ഓടി നടക്കുന്നു, എനിക്ക് എല്ലാ ജോലിയും ചെയ്യാം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എങ്കിൽ ശരി, ഇനി ഗുളിക ഒന്നും കഴിക്കണ്ട. അങ്ങനെ എനിക്ക് ആമവാദ രോഗത്തിൽ നിന്നും അമ്മ മാധവ് പൂർണ്ണ സൗഖ്യം നൽകി. എൻ്റെ രണ്ടാമത് എനിക്ക് ലഭിച്ച അനുഗ്രഹം എന്ന് പറയുന്നത് 2024 നവംബർ 15 ഞാൻ ഒരു വസ്തു വാങ്ങാനായിട്ട് കരാർ എഴുതി. അഡ്വാൻസ് തുക 1 ലക്ഷം രൂപ കൊടുത്തു. പിന്നീട് എനിക്ക് ആ വസ്തു വാങ്ങിയാൽ വളരെയധികം ദോഷം വരും എന്നൊരു ഇത് വന്നു. അതായത് ആ സ്ഥലത്ത് എനിക്ക് താമസിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു മാനസികമായി ഞാൻ മനസ്സിലാക്കിയ ആ ഒരു സാഹചര്യത്തിൽ ആ വസ്തു വാങ്ങണ്ട എന്ന് തീരുമാനിച്ചു. അവരോട് ഞാൻ തിരിച്ചു ചെന്ന് എനിക്ക് വസ്തു വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവർ അഡ്വാൻസ് തുക തിരികെ തരാൻ മടി കാണിച്ചു. 2025 മെയ് 15 ആയപ്പോൾ അതിൻ്റെ കരാറ് തീർന്നു. അതുവരെയും ഞാൻ ഓരോ ദിവസവും ചെല്ലും, അദ്ദേഹം പറയും തരാം, വെയിറ്റ് എന്ന് പറഞ്ഞ് എന്നെ തിരിച്ചു വിടും. 2025 മെയ് മാസം 15 വരെയും ഞാൻ രാവിലെ
അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ് കൂടുമ്പോൾ ഉടമ്പടി പത്രവും ആ എഴുതിയ കരാർ രേഖയും ഞാൻ ഒരുമിച്ച് കയ്യിലെടുത്ത് വെച്ച് പ്രാർത്ഥിക്കും. അന്ന് 15-ാം തീയതി രാവിലെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇനി ഞാൻ ഈ കരാർ എടുക്കത്തില്ല. എൻ്റെ വസ്തുവിൻ്റെ കരാർ ഇതോടുകൂടി ഇവിടെ തീർന്നു. ഇനി നാളത്തെ ദിവസം എനിക്കെടുക്കാൻ എൻ്റെ അമ്മയുടെ ഉടമ്പടി പത്രം മാത്രമേ ഉള്ളൂ. അതിൻ്റെ വിലയിലൂടെ മാത്രമേ ഞാൻ പ്രാർത്ഥിക്കൂ എന്ന് ഞാൻ പറഞ്ഞു, കരഞ്ഞ് പ്രാർത്ഥിച്ചു. അന്നേ ദിവസം മെയ് 13-ാം തീയതി ചൊവ്വാഴ്ച അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം എനിക്ക് കൂടാൻ പറ്റിയില്ലായിരുന്നു ഓൺലൈനായിട്ട്. അപ്പം 15-ാം തീയതിയാണ് ഞാൻ ആ ധ്യാനം കൂടുന്നത്. ഡെയിലി ബ്ലെസ്സിങ് കഴിഞ്ഞിട്ട് ഞാൻ ധ്യാനം കാണുന്നതായിരുന്നു. ആ പ്രാർത്ഥനയുടെ അവസാനം അച്ഛൻ്റെ പ്രാർത്ഥനയിൽ അച്ഛൻ പറഞ്ഞു, ഉദ്ദേശകാര്യം 72 മണിക്കൂറിനുള്ളിൽ സാധിച്ചു കിട്ടാനെ കുറിച്ച് അച്ഛൻ പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ, ഇത് എനിക്ക് വേണ്ടിയാണ് അച്ഛൻ ഈ പ്രാർത്ഥിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അമ്മ എനിക്കായിട്ട് തന്നെ ഇത് വാങ്ങി തരണമേ എന്ന് ഞാൻ അപ്പോൾ കരഞ്ഞു പ്രാർത്ഥിച്ചു. അന്ന് വ്യാഴാഴ്ച ദിവസമായിരുന്നു, 15-ാം തീയതി രാവിലെ 7:45 ഞാൻ ആ പ്രാർത്ഥന കൂടുന്നത്. ആ പ്രാർത്ഥന കൂടി 52-ാമത്തെ മണിക്കൂറിന് അമ്മ എനിക്ക് ആ പൈസ തിരികെ വാങ്ങിച്ചു തന്നു. അതെനിക്ക് വളരെ വലിയ ഒരു അത്ഭുതമായിട്ട് തന്നെ തോന്നി. അമ്മ ഞാൻ എന്നും അമ്മയോട് പ്രാർത്ഥിക്കും, പറയാം, അമ്മ ഈ പൈസ എനിക്ക് മേടിച്ച് തന്നതായിട്ട് എനിക്ക് സാക്ഷ്യം വരണം, അതിനുള്ള തെളിവോടുകൂടി തരണം. അപ്പോൾ ആ തെളിവോടുകൂടി തന്നെ എനിക്ക് അമ്മ തന്നു. 13-ാം തീയതി രാവിലെ, ചൊവ്വാഴ്ച രാവിലെ ഇവിടെ ധ്യാനം നടക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ മക്കൾ വന്ന് പറയുന്നു, അമ്മയെ മഴവില്ല് കാണുന്നുവെന്ന് എൻ്റെ ചേച്ചി എന്നെ വിളിച്ച് പറയുന്നു. അങ്ങനെ ചേച്ചി എന്നെ വിളിച്ച് പറയുമ്പോൾ മഴവില്ല് അതിനെനിക്ക് അയച്ചു തന്ന വീഡിയോ എൻ്റെ ഫോണിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അത് മെയ് 13-ാം തീയതി രാവിലെയാണ്. ആ സ്ഥലമാണ് ഞാൻ വാങ്ങാനായിട്ട് അവിടെ ഉദ്ദേശിച്ചതും. അതിനടുത്താണ് ഈ പൈസ തരാനുള്ള അദ്ദേഹത്തിൻ്റെ വീടും. അപ്പോൾ അമ്മ അവിടെ 13-ാം തീയതി രാവിലെ വന്നു എന്നുള്ള എനിക്ക് പൂർണ്ണമായ തെളിവുണ്ട്. അമ്മ അത് സാധിച്ചു തരുമെന്ന് എനിക്ക് പൂർണ്ണമായ ഉറപ്പുണ്ട്. ആ പ്രാർത്ഥന ഞാൻ കൂടിയത് 15-ാം തീയതിയാണ്. അച്ഛൻ അന്ന് പ്രാർത്ഥനയിൽ പറഞ്ഞിരുന്നു, നിങ്ങൾ എന്നാണ് ഈ പ്രാർത്ഥന കൂടുന്നത്, അതിനുശേഷം ആ പ്രാർത്ഥന കൂടിയത് മുതൽ 72 മണിക്കൂർ എന്നാണ് അച്ഛൻ പറഞ്ഞത്. അതിലൂടെ എനിക്ക് വ്യക്തമായ ഒരു ബോധവും കൂടെ അന്ന് മാതാവ് തന്നിരുന്നു. ഡെയിലി ബ്ലെസ്സിങ് തുടങ്ങിയ സമയത്ത് അച്ഛൻ പറയുമായിരുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ ആമേൻ പറയണമെന്ന്. എനിക്ക് ഈ അത്ഭുതം എനിക്ക് മാതാവ് തന്നതിലൂടെ ഞാൻ മനസ്സിലാക്കിയത്, 15-ാം തീയതി ഞാൻ ഈ പ്രാർത്ഥന കൂടി, അന്ന് ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് ആമേൻ പറഞ്ഞു എന്നതിന് ശേഷമാണ് എനിക്ക് ദൈവം ആ അനുഗ്രഹം എൻ്റെ ജീവിതത്തിലേക്ക് തന്നത്. മാതാവും അച്ഛൻ്റെ പ്രാർത്ഥനയും എനിക്ക് 13-ാം തീയതി കിട്ടിയിരുന്നു. പക്ഷേ അതിന് ഞാൻ ആമേൻ പറഞ്ഞത് 15-ാം തീയതിയാണ്. ആ 15-ാം തീയതിക്ക് ശേഷം 52-ാമത്തെ മണിക്കൂറിലാണ് എനിക്ക് മാതാവ് ഈ അനുഗ്രഹം തന്നത്. എൻ്റെ മൂന്നാമത്തെ എനിക്ക് മാതാവ് തന്ന അനുഗ്രഹം എന്ന് വെച്ചാൽ, ആദ്യത്തെ ഉടമ്പടി ഞാൻ എടുത്തതിന് ശേഷം എനിക്ക് പാവപ്പെട്ടവർക്ക് ആഹാരം വെച്ച് കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ ജോലി തിരക്കുകൾ കൊണ്ടും എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എന്നും അമ്മയോട് വിഷമം പറയും, അമ്മ, എനിക്ക് ആർക്കും ആഹാരം വെച്ച് കൊണ്ടു കൊടുക്കാനുള്ള സാഹചര്യം എനിക്കില്ല എന്ന് ഞാൻ വിഷമം പറയും. അങ്ങനെ കഴിഞ്ഞിരുന്ന സമയത്ത് ഒരു ഞായറാഴ്ച ദിവസം ഉച്ചയ്ക്ക് അമ്മയും അപ്പച്ചനും കൂടി എൻ്റെ വീട്ടിൽ ഉച്ചയ്ക്ക് വന്നിട്ട്, മോളെ അല്പം ആഹാരം തരുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്ന് വന്നതാന്ന് ചോദിച്ചു. അത് ഞങ്ങൾ ആക്രി പറക്കാനായിട്ട് ഇവിടെ വന്നതാ മോളെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ അധികം ആരും പുറത്തുനിന്ന് വരുന്നവർക്ക് നമ്മളങ്ങനെ വീട്ടിലോട്ട് അങ്ങനെ കൊടുക്കാറില്ല ആഹാരമൊന്നും, അങ്ങനെ പൈസ വല്ലതും കൊടുത്ത് വിടത്തേയുള്ളൂ. പക്ഷെ അന്ന് എന്തോ എനിക്ക് ആഹാരം കൊടുക്കാൻ തോന്നി. ഞാൻ അവർക്ക് രണ്ടുപേർക്കും ആഹാരം കൊടുത്തു. അവർ കഴിച്ചുകൊണ്ടിരിക്കവെയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, രണ്ടുപേരും ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന് ചാര നിറമായിരുന്നു. ആ അപ്പനും അമ്മയും ധരിച്ച വസ്ത്രത്തിന് ചാര നിറമായിരുന്നു. അപ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു ഇതെൻ്റെ അമ്മ മാതാവും യൗസേ പിതാവുമാണെന്ന്. ഞാൻ കൊല്ലം കുരിയപ്പുഴ ഇടവകയിൽ നിന്നാണ് വരുന്നത്. അത് യൗസേ പിതാവിൻ്റെ പള്ളിയാണ് ഇടവകയിൽ. എനിക്ക് യൗസേ പിതാവിനെയും വളരെ അധികം വിശ്വാസമാണ്. അപ്പം അമ്മയും യൗസേ പിതാവും കൂടെ ഒരുമിച്ച് എൻ്റെ അടുത്ത് വന്നതാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. നമ്മൾ എന്താഗ്രഹിച്ചാലും അത് അമ്മ ആ നിമിഷം നമ്മുടെ മുന്നിൽ നമുക്ക് കൊണ്ടുതരുമെന്ന് അന്ന് എനിക്ക് ബോധ്യമായി. ഉടമ്പടി എടുത്ത ഓരോ നിമിഷം മുതലും ഞാൻ എന്ത് ചോദിച്ചാലും എൻ്റെ മുമ്പിൽ അമ്മ അത് വരും എനിക്കൊരു ഉറപ്പായിരുന്നു. അതുപോലെ ഞങ്ങൾ നിരന്തരം, ഞാനും എൻ്റെ മക്കളും ഭർത്താവും എന്നും പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഉടമ്പടി തൈലം പുരട്ടും. എൻ്റെ ആമവാദമുള്ള കാലിൽ ഞാൻ ഉടമ്പടി തൈലം പുരട്ടുകയും ഞങ്ങൾ പാചകം ചെയ്യുന്ന ആഹാരത്തിൽ ഉടമ്പടി ഉപ്പ്
ഇട്ടാണ് ഞങ്ങൾ പാചകം ചെയ്തുകൊണ്ടിരുന്നതും. എൻ്റെ മക്കളും എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാലും എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പറഞ്ഞില്ലേലും അവർ ഓടിപ്പോയി ഉടമ്പടി തൈലം എടുത്ത് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഉടമ്പടിയിലൂടെ എനിക്ക് വളരെയധികം വചനത്തിലൂടെ വളരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓരോ നിമിഷവും ഓരോ വചനം പറഞ്ഞാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. മക്കളും അതേപോലെ തന്നെ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് അവർക്ക് ഞാൻ ഓരോ വചനം പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർക്കും ഇപ്പോൾ കുറേ വചനം അവർ പഠിച്ചു കഴിഞ്ഞു. അവരെയും ദൈവവിശ്വാസത്തിൽ വളർത്താൻ എനിക്ക് ഈ ഉടമ്പടിയിലൂടെ സാധിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും എന്നെ നടത്തുന്ന പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും 1000 നന്ദി ഞാൻ പറയുന്നു.